അവർ ഇന്നത്തെ നമ്മുടെ പരിപാടി ചെറിയൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി ഒരു 4-5 ഞണ്ട് നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇവനെ നമുക്ക് നമ്മുടെ ചേരുവകളെല്ലാം കൂടെ ചേർത്ത് അടിപൊളിയായിട്ട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അന്നേരം നമ്മുടെ ഞണ്ട് റോസ്റ്റിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ നീളത്തിൽ കട്ട് ചെയ്തത്, 2 പച്ചമുളക്, ഒരു തക്കാളി, ഒരു 5-8 ചുമന്നുള്ളി കട്ട് ചെയ്തത്, ഒരു തണ്ട് കറിവേപ്പില, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ വഴറ്റി നമ്മുടെ ഞണ്ടിലേക്ക് അങ്ങോട്ട് ചേർത്ത് ആവശ്യത്തിന് മുളകും അതുപോലെ തന്നെ മസാലയൊക്കെ അങ്ങോട്ട് ചേർത്ത് അടിപൊളിയായിട്ട് നമ്മുടെ ഞണ്ട് റോസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കി. അന്നേരം നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ചട്ടിയൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു നമ്മുടെ ചൂടാകട്ടെ. അന്നേരം നമ്മുടെ ചട്ടിയൊക്കെ നല്ലൊരു ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അന്നേരം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം കടുക് കൊണ്ട് ഇട്ട് പൊട്ടിക്കാം. അന്നേരം നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ് മൂത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചുമന്നുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലപോലെ വഴറ്റി കൊടുക്കാം. അന്നേരം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. അന്നേരം നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ പൊടിയൈറ്റങ്ങളാണ്. പൊടിയൈറ്റങ്ങളൂടെ അങ്ങോട്ട് ചേർക്കാൻ കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 2 സ്പൂണ്, ഒരൽപ്പം മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂണ്, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാല, ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ആ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കും. നമ്മുടെ പൊടികളെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് അങ്ങോട്ട് കൊടുക്കണം. ഉപ്പൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ വൃത്തിയാക്കി വെച്ചേക്കാൻ നമ്മുടെ ഞണ്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തിളയ്ക്കുന്ന വരെ അങ്ങോട്ട് അടച്ചുകൊണ്ട് വെക്കാം. അന്നേരം നമ്മുടെ മസാലകളൊക്കെ നല്ലപോലെ അങ്ങോട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഇനിയും കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് നമ്മുടെ ഞണ്ട് അമ്മാവന്മാരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാർട്സ് കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയെല്ലാം നമ്മുടെ ഞണ്ടമ്മാവനും പാർട്സുകളെല്ലാം കൂടെ മുങ്ങി കൊണ്ട് കിടക്കണം. അങ്ങനെ എല്ലാം നല്ലപോലെ ഇളക്കി മിക്സാക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റോളം അടച്ചു വെച്ച് അങ്ങോട്ട് കുക്ക് ചെയ്യണം. അതുപോലെ നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ഞണ്ടൊന്ന് തുറന്നു നോക്കാം. എല്ലാം നല്ലപോലെ വെട്ടിത്തിളച്ച് നല്ലപോലെ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പൊക്കെ പരുവത്തിന് തന്നെയുണ്ട്. ഇനി നമുക്കൊരു ഏകദേശം ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് നമ്മുടെ റെഡിയാവും. എല്ലാം കിടന്ന് തിളച്ച് കുറുകി
വറ്റിക്കൊണ്ടിരിക്കുക. വീണ്ടും നമുക്ക് അടച്ചങ്ങോട്ട് വെക്കാം. അടച്ചു വെച്ച് വീണ്ടും ഇത് വെന്ത് വറ്റി കൊണ്ടുപോകും. അങ്ങനെ വീണ്ടും നമുക്ക് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഞണ്ട് റോസ്റ്റൊക്കെ ഏകദേശമൊക്കെ നല്ലൊരു സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞണ്ടെല്ലാം ഒന്ന് വെന്ത് നമ്മുടെ മസാലകളെല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ച് റെഡിയായിട്ടുണ്ട്. അന്നേരം തിക്ക് ഗ്രേവിയിലൊക്കെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തീയൊക്കെ ഇവിടെ ഓഫ് ചെയ്താൽ മതി. തീയൊക്കെ ഇവിടെ ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും ഒന്നുകൂടെ ഒന്ന് കുറുകി മസാലകളെല്ലാം നമ്മുടെ ഞണ്ടയിലൊക്കെ പിടിച്ച് ഞണ്ട് നല്ല സെറ്റായിട്ടുണ്ടാകും. കാരണം നമ്മുടെ എളുപ്പത്തിലുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അന്നേരം ഞണ്ട് റോസ്റ്റൊക്കെ നല്ലപോലെ എണ്ണയൊക്കെ അവിടെ തെളി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ നല്ല തിക്ക് ഗ്രേവിയിൽ കീടുമായിട്ടുണ്ട് നമ്മുടെ ഞണ്ട് റോസ്റ്റ്. നല്ല ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. ചോറിൻ്റെ കൂടെ നമ്മൾ അങ്ങോട്ട് കഴിക്കുന്നത്.